ഗുളികൻ, ഇരുളിൻ്റെ പ്രാർത്ഥന. കേരളത്തിലെ ഒരു പഴയ ഗ്രാമം, വളരെ കനത്ത കാടുകൾ ചുറ്റിപ്പറ്റിയൊരു സ്ഥലം. ഗ്രാമത്തിൻ്റെ അതിരിൽ ഒരു പഴയ കാവുണ്ടായിരുന്നു. ആ കാവിൻ്റെ പേര് ഗുളികൻ കാവ്. ഗ്രാമത്തിലെ ആളുകൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ആരെയെങ്കിലും നശിപ്പിക്കണമെന്ന് തോന്നിയാൽ രാത്രിയിൽ ആ കാവിൽ പോയി ഗുളികനെ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. പക്ഷെ അവർക്കറിയാത്തൊരു സത്യമുണ്ടായിരുന്നു. ഗുളികൻ ഒരു ദുഷ്ടദേവനല്ല, അവൻ ശിവന്റെ ഇരുണ്ട രൂപം, മനുഷ്യരുടെ ദോഷഭാവം പരീക്ഷിക്കാൻ വന്ന ഒരു ശക്തി. ഒരു രാത്രി ഗ്രാമത്തിലെ രാഘവൻ എന്ന മനുഷ്യൻ കാവിലേക്ക് നടന്നു. അവന്റെ കയ്യിലൊരു ചുവന്ന നൂലും ഒരു ചെറിയ കത്തിയും. എന്റെ ശത്രുവായ സുരേഷിനെ നശിപ്പിക്കണം എന്നവൻ വിറയുന്ന ശബ്ദത്തിൽ പ്രാർത്ഥിച്ചു. കാട് മുഴുവൻ മൗനമായിരുന്നു. പെട്ടെന്ന് കാറ്റ് ശക്തമായി വീശി. കാവിലെ പഴയ വിളക്ക് സ്വയം കത്തിത്തുടങ്ങി. കാടിന്റെ ആഴത്തിൽ നിന്ന് ഒരു ചിരി കേട്ടു. രാഘവൻ ഭയത്തോടെ ചുറ്റും നോക്കി. മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു വലിയ നിഴൽ പതുക്കെ പുറത്തേക്ക് വന്നു. കറുത്ത ശരീരം, ചുവന്ന കണ്ണുകൾ, കാൽ നിലത്ത് തൊടാതെ ഒഴുകുന്ന പോലെ. അത് ഗുളികനായിരുന്നു. രാഘവൻ നിലത്ത് വീണു പ്രാർത്ഥിച്ചു, അവനെ നശിപ്പിക്കണം ദൈവമേ. ഗുളികൻ നിശബ്ദമായി അവനെ നോക്കി. പിന്നീട് ശബ്ദം മന്ദമായി പറഞ്ഞു, നീ മറ്റൊരാളെ നശിപ്പിക്കാൻ എന്നെ വിളിച്ചു, പക്ഷേ മനുഷ്യന്റെ ഇരുട്ട് ആദ്യം അവനെയാണ് നശിപ്പിക്കുന്നത്. അന്ന് രാത്രിക്ക് ശേഷം ഗ്രാമത്തിലൊരു വിചിത്ര വാർത്ത പടർന്നു. സുരേഷ് സുഖമായിരുന്നു, പക്ഷേ രാഘവൻ പെട്ടെന്ന് ഭ്രാന്തായിപ്പോയി. രാത്രി മുഴുവൻ അവൻ ഒരേ വാക്ക് പറഞ്ഞു, അവൻ ചിരിക്കുകയാണ്, ഗുളികൻ ഇപ്പോഴും കാട്ടിൽ നടക്കുന്നു. അന്നു മുതൽ ഗ്രാമത്തിലെ ആളുകൾ കാവിലേക്ക് പോകാൻ ഭയപ്പെട്ടു. കാരണം അവർ മനസ്സിലാക്കി, ഗുളികൻ ശത്രുക്കളെ കൊല്ലാൻ വരുന്ന ദേവനല്ല, മനുഷ്യന്റെ ഇരുണ്ട മനസ്സിനെ ശിക്ഷിക്കാൻ വരുന്ന ദൈവം. അതിനാൽ ഇന്നും ചിലർ പറയുന്നു, കനത്ത കാടുകളിൽ രാത്രി 12 കഴിഞ്ഞാൽ ഒരു വലിയ നിഴൽ മരങ്ങൾക്കിടയിൽ നടക്കുന്നത് കാണാമെന്ന്. അത് ഗുളികൻ, മനുഷ്യരുടെ ഇരുട്ട് കേൾക്കാൻ കാത്തിരിക്കുന്ന ദൈവം.